എറണാകുളം മഹാരാജാസിൽ SFI KSU സംഘർഷം. മർദ്ദനമേറ്റ 3 KSU പ്രവർത്തകരെയും ഒരു SFI പ്രവർത്തകരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആദിമ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളിലേക്ക്. രാഗിനുണ്ട് വിശദാംശങ്ങളുമായി. രാഗിൻ, ക്രൂരമായ മർദ്ദനം, ഇത് SFI KSU തമ്മിലുള്ള രാഷ്ട്രീയ സംഘർഷമാണോ അതോ അതിനപ്പുറം മറ്റു കാരണങ്ങൾ എന്തെങ്കിലുമുണ്ടോ? ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടവരുടെ ആരോഗ്യനിലയെ സംബന്ധിച്ചു വൈകിട്ട് 4 മണിയോടുകൂടിയാണ് എറണാകുളം മഹാരാജാസ് കോളേജിൽ KSU SFI സംഘർഷം ഉണ്ടാകുന്നത്. വൈകിട്ട് ഈ അറബിക് വിഭാഗത്തിന്റെ സമീപത്തു നിന്നാണ് ഈ സംഘർഷത്തിന് തുടക്കമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. KSU പറയുന്നത് ഇത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അന്ന് മുതലേ ചില വിഷയങ്ങളുണ്ട്, അതിന്റെ ഭാഗമായിട്ടാണ് SFIക്കാർ ക്രൂരമായി മർദ്ദിച്ചതെന്നാണ്. എന്നാൽ SFI പറയുന്നത് KSU പ്രവർത്തകരും തങ്ങളെ മർദ്ദിച്ചു എന്നാണ്. എന്തായാലും 3 KSU പ്രവർത്തകർ ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ ക്രൂരമായി മർദ്ദനത്തിനിരയായവരാണ്. അവർ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. ഒരു SFI പ്രവർത്തകൻ എറണാകുളം ജനറൽ ആശുപത്രിയിലും ചികിത്സ തേടിയിട്ടുണ്ട്. 2 കൂട്ടരും പരാതി പോലീസിൽ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഈ പരാതികളിൽ എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തു കഴിഞ്ഞു. ഇതിൽ തുടർ നടപടികൾ ഉണ്ടാകുമെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ ഈ മഹാരാജാസിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ സംഘർഷമുണ്ടായിരുന്നു. മാത്രമല്ല ഇത് മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടും ഇതിൽ സംഘർഷത്തിന് കാരണമായിട്ടുണ്ട് എന്ന വിവരം ലഭിക്കുന്നുണ്ട്. മറ്റൊരു സംഘടനാ വിഷയവുമായി ബന്ധപ്പെട്ടും. എന്തായാലും അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. വൈകിട്ട് 4 മണിയോടുകൂടിയാണ് ആ സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ തന്നെ കണ്ടാൽ അറിയാം. ഒട്ടനവധി വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. ആ വിദ്യാർത്ഥികൾക്കിടയിലാണ് ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ആ സംഘർഷത്തിൽ പരിക്ക് പറ്റിയവർ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ശരി, രാഗിനാണ് വിശദാംശങ്ങൾ നൽകിയത്.